എവിടാ എന്നോട് ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞോ? നീന്താ സോഫ പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നത്? കുറച്ച് ദിവസം കൂടി അതവിടെ നിന്നോട്ടെ. മമ്മി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ടിവി കാണാനും സമ്മതിക്കുന്നില്ല. 24 മണിക്കൂറും ടി വി കണ്ടോണ്ടിരുന്നാൽ മതി. ഹോംവർക്ക് ചെയ്യണം. ഇഷ്ടംപോലെ ഹോംവർക്ക്, ഹോളിഡേ ഹോംവർക്ക് തന്നിട്ടിട്ടുണ്ട്. മനസ്സിലായ? പക്ഷെ ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്തോളാം. അതെന്നെ പുറത്തേക്കൊക്കെ കൊണ്ടുപോവോ? എവിടേക്കും കൊണ്ടുപോകുന്നില്ല. എവിടെയെങ്കിലും ഒരു ത്രില്ലാകുന്ന സ്ഥലത്ത് കൊണ്ടുപോവോ? കൊണ്ടുപോവാട്ടാ. ഡാഡിനോട് പറയട്ടെ. എന്നാ ഹേമിന് പറഞ്ഞോണ്ടായിരുന്നു ഡാഡിനോട്. ഞാൻ പറഞ്ഞു, പക്ഷെ ഡാഡി കൂട്ടി പോയിട്ടില്ല. ഇതൊന്നും പൊട്ടിക്കല്ലാന്ന് എനിക്ക് ഉറപ്പ് തരുമോ? പ്രോമിസ്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ഞാൻ പറഞ്ഞു നോക്കട്ടെ കേട്ടാ. വാ, നീ ഇച്ചിരി നേരം ബുക്ക് എടുത്തു. ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. അത് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകും. റെഡി? അത് ശരി. ഇതിനേട്ടാ ഇവിടെ ഫോണില്ല. ഞാനിപ്പോ ആ ഒറ്റ സെക്കൻഡ് ഫോൺ എടുത്തിട്ട് ഇത്ര നേരം അവിടെ ഓരോ വർക്ക് ചെയ്യായിരുന്നു. എന്താണ് മോന് നല്ല വിഷമമുണ്ട്. വെക്കേഷനായിട്ട് എല്ലാ പാരൻസും കുട്ടികളും ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ അവനെ എവിടെയും കൊണ്ടുപോയില്ല. നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ടാവും. നിങ്ങളും വർക്കിൽ, ഞാനും കുട്ടീൻ്റെ പുറകെ ബിസി, പിന്നെ ഓരോരോ കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് അവനെ എവിടെയും കൊണ്ടുപോയില്ലേ മോശമാണ്. കുറേ ആയി പറയുന്നു. ഞാൻ ആ മോനെ തിരക്കാണ് അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. എവിടെയെങ്കിലും കൊണ്ടുപോകണ്ടേ? ഞാനും അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവന് കുറച്ച് ദിവസമുള്ള സ്കൂൾ ഓർക്കാൻ ഞാനേ 2-3 സ്ഥലങ്ങൾ ഇത് നെറ്റിൽ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ റെഡി ആയി നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാം. എന്നാ റെഡിയാകല്ലേ? വാ, ഡാഡി വരെ നമുക്ക് എവിടെയെങ്കിലും പോവാം. ഹാപ്പി ആയോ? അപ്പൊ ഞങ്ങൾ റെഡിയാക്കാൻ പോകുന്നു. ഞങ്ങളെല്ലാരും കൂടി ഒരു യാത്ര പോവാണ്. എവിടേക്കാണ് പോകുന്നത്? ഹേവ്കൂടിന് വെക്കേഷൻ ആയിട്ട് എവിടെയും കൊണ്ടുപോകുന്നില്ല എന്നാണ് ഭയങ്കരമായ സങ്കടവും പരാതിയൊക്കെ. തീർക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ഇറങ്ങിയതാണ് അല്ലേ? നല്ല വെയിൽ. പിന്നെ പുസ്തകം ഞങ്ങൾ ഈ കാർ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടേക്കാ പോകുന്നത്? ആക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം സ്ഥലം. അതായത് കുറച്ചുകൂടി നല്ലത്. നേരെ അങ്ങോട്ട് നോക്കട്ടെ, സർപ്രൈസ്. നമ്മള് കുറ്റ്യാടി എത്തിട്ടോ. കുറ്റ്യാടി എത്തിയില്ല. കുറ്റ്യാടി എത്താൻ ഇനി 6 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഇത് എവിടെയാണ് എന്താണെന്ന് ഇങ്ങനെ ദിനൂസ് ലൊക്കേഷൻ നോക്കിയിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട്. നേരെ മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഒരു ഇതെന്താ മുതുവണ്ണാച്ച, ഓക്കെ, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. കുറച്ച് ദൂരമായി നമ്മൾ ഇങ്ങനത്തെ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കുന്നു. നല്ല സ്ഥലമാണ്. ഇവിടെ 2 സൈഡും കുറേ മരങ്ങൾ. ഇതാ അവിടെ ഒരു മൗണ്ടൈനിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നില്ല. അവിടെ ഒരു മൗണ്ടൈൻ കാണുന്നത്. നമ്മൾ ഇടയ്ക്ക് ചായ ഒക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഏകൂടൻ ചെറുതായിട്ടൊന്ന് ടയേർഡായി. അപ്പോൾ ഏകദേശം അറിയില്ല, അവന് കുറച്ച് നേരം ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോഴേ ഏകൂടൻ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ചായ കുടിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കുറച്ച് ദൂരം ഉണ്ട് അല്ലേ ഇതിനേട്ടാ? ഇടയ്ക്ക് പക്ഷെ അത് നല്ല ദൂരമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പാലം കൂടി ഇനി അങ്ങോട്ട് കടക്കണം. നമ്മൾ വിചാരിച്ചു വെയിലൊന്നും കുറഞ്ഞു. ഒരു കുറ്റ്യാടി ആ വഴിക്കാ തോന്നുന്നു അല്ലേ? അല്ല, അവിടെ കാണിച്ചു കുറ്റ്യാടിക്ക് അങ്ങനെ ഒരു റിവറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ക്രോസ് ചെയ്തു. കേട്ടാ ഹേവ്സിന് ആക്ച്വലി അറിയില്ലായിരുന്നു ക്ലിയർ ആയിട്ട് നമ്മൾ എവിടേക്കാ വരണമെന്നുള്ളത്. ആക്റ്റീവ് പ്ലാനറ്റിലുള്ള ഡയറക്ഷൻ ബോർഡ് അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഫീൽഡിന്റെ എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മള് ഓടി ഇവിടെ എത്തിട്ടോ. ഒരു അടിപൊളി വില്ലേജ് അല്ലേ? നല്ല രസമുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. നമുക്കൊരു ഫീൽ തന്നെയാണ്. പക്ഷെ എത്തുന്നില്ല, സംഭവം എത്തുന്നില്ല കേട്ടോ. നല്ല ദൂരം ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വേറെ ഏതോ വഴി കൂടെ അറിയില്ല. ഇതിലൂടെ വന്നോണ്ട് ഡയറക്ഷൻ നോക്കി വന്നതുകൊണ്ടാണ് പറ്റിയത്. നമ്മള് ഗൂഗിൾ മാപ്പ് പറ്റിച്ചോന്ന് അറിയില്ല ഗൈസ്. വന്ന ആൾക്കാർ പറയണത് ഇത് തന്നെയാണോ? പറ്റിച്ചതാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നല്ലൊരു സ്ഥലം കാണിച്ചത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വയലൊക്കെ. ഇതൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ട് കുറച്ചായി അല്ലേ? ഞാൻ 2 ദിവസം കണ്ടത് മാമന്റെ വീട്ടിൽ പോയിട്ടല്ലേ? ഓക്കെ.
അപ്പൊ നമ്മൾ ഇങ്ങനെ പോവാണ്. അതിനാണ്ട് ചെറിയമ്മന്റെ വീട്ടിൽ പോണ വഴിക്കും ഇങ്ങനെ ഉണ്ടല്ലോ. ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്ത് പറ്റി ദിനൂസ്? ഒന്നും പറ്റിയില്ല. നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ട് ഡയറക്ഷൻ നോക്കി വന്നതാണ്. നമ്മളെ വഴി തെറ്റിച്ചു. നമ്മള് ഏതൊക്കെയോ വില്ലേജ് കണ്ടിട്ട് വിടത്തി. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്റ്റീവ് പ്ലാനറ്റ് എത്തി. എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാലും നമ്മളിവിടെ എത്തുന്നു കേട്ടോ. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങൾ ഒരുപാട് കറങ്ങി. യെസ്, നമ്മുടെ യുവി കുട്ടി സ്ലീപ്പിംഗ്. അപ്പൊ നമ്മളെത്തി. ഹേതാ, നമ്മളെത്തി. ഇതാണ് ആക്റ്റീവ് പ്ലാനറ്റ്. ഉണ്ടോ? ഓക്കെ, നമ്മള് ആക്റ്റീവ് പ്ലാനറ്റ് എത്തി കേട്ടോ. കാണിച്ചു തരാം ഇതിന്റെ ഒരു വ്യൂ. മാർക്ക് 3ലേക്കാണ് പോണ്ടത്. 3 എവിടെയാ? മെയിൻ ഗേറ്റ് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകണം. അപ്പൊ നമ്മളെത്തി. യുവി കുട്ടി എഴുന്നേറ്റു. യുവി, യുവി. അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരും ഡ്രോപ്പ് ചെയ്തിട്ട്, പാർക്ക് ചെയ്തിട്ടല്ല, പാർക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു സ്ഥലത്തേക്ക്. വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് ഫുഡൊന്നും അലൗഡ് അല്ല. അപ്പൊ പിന്നെ ഐസ്ക്രീം, അത് പിന്നെ കുറച്ച് സ്നാക്സ്, ചായ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ ഹേവുകൂടെ നേരെ കുറച്ച് JCBയും സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ അവൻ നേരെ അതിലേക്ക് അങ്ങോട്ട് കയറി. അതിന് നമ്മൾ വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നൊന്നല്ല കേട്ടോ. ഹേവുകൂട്ടൻ ഇങ്ങനെ കുറെ ആയി പറയുന്നതായും പോയിട്ടില്ല, ഒരു വിഷമം ഉണ്ട്. അപ്പൊ പിന്നെ ആ ഒരു വിഷമം തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ, ഇവിടെ ഹേവിന്റെ സ്കൂളിൽ നിന്ന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തോന്നി എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്. അന്ന് ഞങ്ങൾ ഹേവുനെ വിട്ടിട്ടില്ലായിരുന്നു, ബാക്കി കുട്ടികളുടെ. അപ്പോൾ നമുക്കൊരു പേടി, കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പായിട്ട് വേണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ അവനെ വിട്ടില്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മേലേക്ക് കയറി. കുറച്ചുകൂടി ഒരു സ്ലോപ്പി ടൈപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് യുവി കുട്ടി അവളെ കുഞ്ഞു കുഞ്ഞു കളികളിലൊക്കെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടും അവിടെ ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, പിന്നെയാണ് അത് കാണുന്നത്. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് സമയം ഏകദേശം നമ്മൾ ലേറ്റായിട്ടുണ്ടായിരുന്നു അവിടെ എത്താൻ. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ബാക്കിയുള്ള റൈഡ്സും ഒക്കെ ഒന്ന് നോക്കിയ ശേഷം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി ടൈം ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുക. പിന്നെ അവിടുത്തെ ഒരു അട്രാക്ഷൻ ഇതാണ് കേട്ടോ. ഈ ഒരു ചെയറിൽ ഈ സ്വിങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആക്റ്റീവ് പ്ലാനറ്റിന്റെ ഏകദേശം ഒരു രൂപം എന്ന് പറയുന്നത്. ഒരു സൈഡ്, അതിനുശേഷം അപ്പുറത്ത് വാട്ടർ വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഹിൽ ടോപ്പിലേക്ക് വരുമ്പോൾ ഈ കുറച്ച് സംഭവങ്ങൾ, ഇതൊക്കെ മാനുവൽ ആയിട്ടാണ്. ഇതൊക്കെ 200-ലും 350-ലും ഒക്കെ ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിന് കുറച്ചുകൂടി മേലെയാണ് ബാക്കിയുള്ള റൈഡ്സ് ഒക്കെ ഉള്ളത് കേട്ടോ. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വാട്ടർ ഒരു ജസ്റ്റ് 7 o'clock വരെ. ഞങ്ങൾ നേരെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി. അപ്പോൾ വെള്ളത്തിലുള്ള എന്താ പറയുക, കളിയും കുളിയും ചിരിയും ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ഇനി ബാക്കി ആ കവറിലുള്ളത് മാറ്റിയ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മളിനി പോകാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഏകദേശം നല്ലൊരു സമയമായി. ഹേവുകൂട്ടന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലേസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവൻ സാധാരണ അതൊന്നും കഴിക്കാറില്ല. ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്തിട്ടൊന്ന് വാങ്ങി തരാൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങി. പക്ഷെ ആൾക്കാരൊന്നും അവിടെ നിന്ന് പോകുന്നില്ലായിരുന്നു കേട്ടോ. 11 മണി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടറിൻ്റെ ഏരിയ. അവിടെ ഞാനും ഹേവും ഒക്കെ ഉണ്ട്. പക്ഷെ മേലെന്ന് ഇതിന് എടുത്തുകൊണ്ടേ അതൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങള് പിന്നെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഫോണൊക്കെ പുറത്ത് വെച്ചിട്ട് വന്ന് പിന്നെ ഇതിൻ്റെ അടുത്ത് എല്ലാവരും കൂടിയിട്ട് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇത് കുറച്ച് വാം വാട്ടറും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ബാക്കി എല്ലാ റൈഡ്സും വാട്ടർ റൈഡ്സും കഴിഞ്ഞ് വരുമ്പോൾ നേരെ നമുക്ക് വാം വാട്ടറിലേക്ക് ചേട്ടാ. നല്ല രസമാണ് അവിടെ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഡിന്നർ കഴിക്കാൻ വേണ്ടി ചേർന്നതാണ്. നല്ല ആംബിയൻസുള്ള ഹോട്ടൽ. പക്ഷേ ഫുഡെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വലിയ കാര്യമുള്ള ഭക്ഷണമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. യുവി എഴുന്നേറ്റ് കേട്ടോ. അപ്പൊ ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. യുവി ഉറങ്ങായിരുന്നു. കാര്യം യുവി എഴുന്നേറ്റ് വന്നു. നമ്മുടെ ഹേവുകൂട്ടൻ നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കിച്ചണിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി നമ്മള് എത്ര മണി ആയിരുന്നു? ഒരു 11 മണി കഴിഞ്ഞു കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. അപ്പം കുറെ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാൻ എന്ത് ചെയ്തത്, ആദ്യം വെള്ളത്തിലെങ്കിലും ചാടി. അവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ വെള്ളമാണ്.
അതുകൊണ്ട് അങ്ങനത്തെ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഹെയർ നിനക്ക് എന്ത് ഫീൽ ചെയ്താണ്? വെള്ളം. വെള്ളത്തിൽ എന്താ ഇൻട്രസ്റ്റ് കുഞ്ഞു? അതിന് കുറെ സ്ലൈഡ്സ് ഉണ്ടായിരുന്നല്ലേ, അത് എൻജോയ് ചെയ്തോ? നല്ല ലെങ്തിലായിരുന്നു അല്ലേ? നല്ല നമ്മളെ ഹേവക്കുട്ടിനെ കൊണ്ട് എവിടേക്ക് അങ്ങനെ പോയിട്ടൊന്നുമില്ല. പ്രാവശ്യം പോയിട്ട് വയനാടൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് വരുന്നപ്പോഴൊക്കെ അവിടെ കുറെ സംഭവം. അതെ, ചുരം കയറി കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കയറിയതാണ്. പക്ഷെ ഹേവിന് അതിലൊന്നും വലിയ ത്രില്ലില്ലായിരുന്നു. ഒരു വാട്ടർ പാർക്കാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ യുവി ഉറങ്ങി. പിന്നെ ഇൻ കേസ് നമ്മളൊക്കെ പോവാണെങ്കിൽ എന്താണെന്നറിയാം, നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ എൻട്രി ഫീസ് 200 ആണ്. പിന്നെ എന്തായിരുന്നു, നമുക്ക് കുറച്ച് റൈഡിങ് ആക്ടിവിറ്റീസ് ഉണ്ടാകും, പിന്നെ കുറച്ച് റൈഡ്സും ഉണ്ടാകും, പ്ലസ് വാട്ടർ. ഈ വാട്ടറാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള മേജർ അട്രാക്ഷൻ. പിന്നീട് അതിൻ്റെ ആവശ്യം ചെന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് 350. ഓക്കെ. പിന്നെ ഫുൾ കവറേജ്, ഫുൾ പാക്കേജ് കുട്ടികൾക്ക് വേണമെങ്കിൽ എല്ലാം കൂടിയിട്ട് ട്രെയിൻ ഒരു ഇതുണ്ട്. പക്ഷെ അത് എക്സ്ക്ലൂഡിങ് ദാറ്റ് ഇവർക്ക് 850. നമ്മൾ ഹേവക്കുട്ടിന് 850 എടുത്തു. കാരണം എല്ലാത്തിലും അവനങ്ങോട്ട് കളിച്ചോട്ടെ. കുട്ടികളല്ലേ എല്ലാത്തിലും. നമുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് അവർ അയ്യോ ഇതിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ, അവന് വിഷമാവില്ലെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ സത്യമാണല്ലേ, അവൻ വാട്ടറിൽ മാത്രമാണ് ഫുൾ ടൈം വാട്ടർ. അതിലല്ലേ നമ്മളെല്ലാവരും അതിൻ്റെ അകത്തായിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് കാരണം അറിയോ, നമ്മൾ എല്ലാ റൈഡും കഴിഞ്ഞതിന് ശേഷം വാട്ടർ പോകുമായിരിക്കും ബെറ്റർ. കാരണം വാട്ടർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ പോകണം. നമ്മൾ എത്തുമ്പോഴത്തേക്കും കുറച്ച് സമയം അല്ലേ, 5 മണിയൊക്കെ കഴിയാൻ 7 o'clock വരെയുള്ളൂ വാട്ടർ. 7 o'clock വരെയാണ് വാട്ടർ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാട്ടറാണ് ഫോക്കസ് ചെയ്ത് പോകുന്നതെങ്കിൽ വേറെ റൈഡ്സ് ഒക്കെ നമുക്ക് വേണ്ട എന്നാണെങ്കിൽ 350 ആണ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ 200 എൻട്രി ആണ്. എൻട്രിയിൽ കുറച്ച് റൈഡ്സ് ഒക്കെ കിട്ടും, ബട്ട് നമുക്ക് വാട്ടർ പാർക്കിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു 2-3 മണിക്കൂർ ആർമാദിച്ച് കളിച്ച് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫീസ് എത്രയാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ കുറേ പേർക്ക്. അപ്പോൾ അതിനുള്ളൊരു അത് പറഞ്ഞതാണ് കേട്ടോ. കാരണം നമ്മളും വിചാരിച്ചത് എങ്ങനെയായിരിക്കും, മിസ്സാവും, അഡ്വർടൈസ്മെന്റ് അല്ല, അങ്ങനെ എടുക്കരുത്. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞങ്ങൾ ദിവസം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഫുഡ് ഉണ്ടാക്കണം, ഇത് കുറച്ച് ലേറ്റായി എഴുന്നേക്കാനൊക്കെ. അപ്പൊ ഹേവക്കുട്ടി ഹാപ്പി ആയോ മോനെ? സന്തോഷായി അല്ലേ? നമ്മള് വയനാടൊക്കെ പോയിട്ടൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒക്കെ പോയിട്ടില്ലേ, അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയില്ലേ, അതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്കൊരു ഇതായി തോന്നിയില്ല അല്ലേ? ഇനി എപ്പോഴാ പോണ്ടേ? നാളെ പോവാം. ഇനി ഞങ്ങൾ നാളെ പോവാം. അത് കഴിഞ്ഞാല് ഒരു ലോഡ് ദിവസം പോവാൻ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഹേവുന് നന്നായി ഇഷ്ടപ്പെട്ടോ? അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഓക്കെ, വാട്ടർ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ന്യൂസ് വെള്ളത്തിന്റെ അകത്ത് തന്നെ ഷൂട്ട് ടൈം. പിന്നെ ഞാൻ ക്യാമറ വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മൊമെന്റ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി നല്ല ഇതുപോലത്തെ സ്പോർട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ കോഴിക്കോട് ഉണ്ടെങ്കിൽ, കോഴിക്കോട് എന്ന് പറഞ്ഞത് പിള്ളേരെ കൊണ്ട് രാവിലെ പോയിട്ട് നമുക്ക് വൈകുന്നേരം വരാൻ പറ്റണം അല്ലേ? സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ സമയം കിട്ടുമെന്നില്ല. ഹേവക്കുട്ടിന് ബുക്സൊക്കെ നമ്മൾ വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മളൊന്ന് പോയി വാങ്ങണം. ഇനി വേണം നമുക്ക് ബുക്കൊക്കെ പോയി വാങ്ങാൻ വേണ്ടിയിട്ട്. സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് റോഡിൻ്റെ പണി നടക്കാത്തതുകൊണ്ട് അവനെ റീ ഓപ്പണിങ് 8ലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ June 8 ഹേവു പോവും. ബാക്കി തിങ്സൊക്കെ നമ്മൾ ബാഗ് ഓൺലൈൻ വാങ്ങി. ഓൺലൈൻ ബാഗ് നല്ല രസമുണ്ടല്ലേ ഹേവു? അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഇങ്ങനെ അറിയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. വാട്ടർ പ്രൂഫ് ആണോ? 2 ബാഗും വാട്ടർ പ്രൂഫാണ്. എന്നോട് പറഞ്ഞാൽ അത് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തേ. പിന്നെ പറഞ്ഞു മമ്മി എനിക്ക് വേറെ ഇഷ്ടം, അത് രണ്ടും വന്നിട്ട് ഒന്ന് റിട്ടേൺ ചെയ്യാന്ന്. എനിക്ക് 2 വേണം പ്ലീസ് എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല വെച്ചോടെ. മഴക്കാലമൊക്കെ അല്ലേ, ഒന്ന് നനയാണെങ്കിലും മറ്റേതെടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ സ്കൂളിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോഴും കൊണ്ടുപോകാൻ ബാഗൊക്കെ വേണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഈ നല്ല പാർക്കും കാര്യങ്ങളും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ എന്തെങ്കിലും അല്ലേ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ പാർക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. പിന്നെ വേറെ കാര്യം പറയാൻ പറ്റേ, നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ലേ, ഞങ്ങള് വീഡിയോ അതില് എന്താ പറയാ, വൈഫ് ഇങ്ങനെ ഹസ്ബൻഡിനെ ലൂട്ട് ചെയ്യാണ്, ഹസ്ബൻഡിന്റെ മണിയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ കുറെ വീഡിയോസ് കിട്ടണില്ല എന്ന് കൊണ്ട് കുറെ പേര് പറഞ്ഞിട്ട് ഇന്നലെ കണ്ട് ഒരുപാട് പേര് പറഞ്ഞു ഇപ്പൊ വീഡിയോ ഇടുന്നില്ല. വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഹാപ്പി ആൻഡ് കൂൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ കിട്ടും. എങ്ങനെയോ നമ്മുടെ വീഡിയോസ് എല്ലാവരിൽ നിന്നും ഇങ്ങനെ ഹിഡൻ മറഞ്ഞുപോയി അല്ലേ? എന്താന്ന് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല, ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് അവിടെ സർക്കുലേഷൻ നടക്കില്ല. അത് നാളെ നമ്മളെ കണ്ട ആൾക്കാർ തന്നെ. അപ്പൊ അവര് നമ്മളെവിടെ പോയിരുന്നു. ഓക്കെ, അപ്പൊ അവരോട് വെച്ച് നമ്മൾ എന്താ മീൻസ് വീഡിയോ ഇടുന്നില്ല, വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ തന്നെ അവർ ഫോൺ എടുത്തിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്ത്
ഓക്കെ, പിന്നെ അവർ കേട്ടി തുടങ്ങി തുടങ്ങാൻ എവിടെയോ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്ത് നമ്മുടെ ഹസ്ബൻഡ് ലൂട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ നടക്കുമോ നാട്ടിൽ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ ചെയ്ത ഒരു റിയൽ സ്റ്റോറി വെച്ചിട്ടല്ലേ, ഇതൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റ് വെച്ചിട്ട് ചെയ്താണ്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ റീസെന്റ് നടന്ന 1-2 ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണം. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം എല്ലാവരിലേക്കും എത്തും, എല്ലാവരും അറിയും. പക്ഷെ ഇതുപോലെ പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അവരിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഒരുപാട് പേര് സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുണ്ട്, കുറെ പേർക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഇവരതിന് സെക്കൻഡ് പാർട്ട് തരില്ല, അത് തരാണ്ടല്ല കേസ്, ഓരോരോ കാര്യങ്ങളിലേക്ക് ആയി പോകുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ മരുമകളുടെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞത് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് പേരിലേക്കാണ് എത്തി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് കിട്ടും വളരെ അല്ലേ, നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് വീഡിയോ ചെയ്യും. പക്ഷെ കുറച്ച് പേരിലേക്ക് എന്നാണ് നമുക്കൊരു, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. തീർച്ചയായിട്ടും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും വരും. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ മനസ്സിലില്ല, പക്ഷെ ഇടാം. ഓക്കെ, നമ്മളൊന്ന് പ്ലാൻ ചെയ്യട്ടെ അല്ലേ, പ്ലാൻ ചെയ്തിട്ട്. അപ്പം ബൈ.